ഹൈ എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഇന്നെങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തെന്ന് നോക്കാം. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. മാർക്കറ്റ് ഇവിടുന്ന് ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഈ ബ്രേക്ക് ചെയ്യുന്ന ഇതിനകത്ത് ഒരു എന്ത് വേണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് റീറ്റേഴ്സിൽ നിന്ന് മുകളിൽ ട്രേഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ലോ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ സൈഡ് മൂവ് താഴോട്ട് വരും എന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വീഡിയോ കണ്ടവർക്ക് വൺ സൈഡ് മൂവ് താഴോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് മാർക്കറ്റ് എന്താണ്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്തത്. അതായത് ഇവിടുന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ല ചെയ്തത്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗാണ് ചെയ്തത്. ഗ്യാപ്പ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് നേരെ വന്ന് എവിടെ ഓപ്പൺ ചെയ്തത്, ഇവിടെ ഓപ്പൺ ചെയ്തത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇവിടുന്ന് ഗ്യാപ്പ് അപ്പിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇതാണ് മാർക്കറ്റ് ഓപ്പൺ പ്രൈസ്. മാർക്കറ്റ് അങ്ങോട്ട് പോയി നേരെ മുകളിലോട്ട് പോയി. അപ്പം പുറകോട്ട് നോക്കിയാൽ കാണാം, ഇത് എന്തായിരുന്നു, നമ്മുടെ മുന്നേ ഉള്ള ഒരു സപ്പോർട്ടായിരുന്നു അല്ലേ. ഇത് മുന്നേ ഉണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് സോണായിരുന്നു. സോ മാർക്കറ്റ് എവിടെയാണ് പോയി റെസിസ്റ്റൻസ് എടുത്തത്, ആ സപ്പോർട്ട് എന്തായിട്ട് റിയാക്ട് ചെയ്തു, റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്തു അല്ലേ. റെസിസ്റ്റൻസ് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ മുന്നേ ഉണ്ടായിരുന്ന സപ്പോർട്ട് ചേഞ്ച് ഇൻ പൊളാരിറ്റി, നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് ഇൻ പൊളാരിറ്റി, അത് റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോ ബ്രേക്ക് ചെയ്യാൻ വൺ സൈഡ് മൂവ് ഉണ്ടാവുന്നു. ഓക്കെ, സോ ഒബ്വിയസ്ലി നമുക്ക് ജസ്റ്റ് ഐക്യു വെച്ച് നോക്കി ആലോചിച്ചാൽ മതി. മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോ എങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ ലോയിലോട്ട് ഷിഫ്റ്റ് ആവും അല്ലേ. ഈ ലോ എങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ ലോയിലോട്ട് ഷിഫ്റ്റ് ആവും. സോ മാർക്കറ്റിൻ്റെ പിന്നുള്ള സപ്പോർട്ട് ഏതാണ്, ഇതാണ്. ഓക്കെ, സോ ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, വൺ സൈഡ് താഴോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഞാൻ 5 മിനിറ്റ്സിൽ കാണിച്ചു തരാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് എടുത്തു. സോ ഇവിടെ നമുക്ക് എന്ത് ക്യാൻഡിൽ പാറ്റേൺ വന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഈവനിങ് സ്റ്റാർ വന്നിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈവനിങ് സ്റ്റാർ വന്നിട്ടുണ്ട്. ഈവനിങ് സ്റ്റാർ വന്നിട്ട് മാർക്കറ്റ് ഇതിൻ്റെ താഴെ എൻട്രി, ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ തന്നെ ഡേ ലോ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് ഡേ ലോയിൽ നിന്ന് മാർക്കറ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും മാർക്കറ്റിന് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബയ്യറിന് തീരെ സ്ട്രെങ്ത് ഇല്ല. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പം സെല്ലറാണ് കൂടുതലും ഡൊമിനേറ്റ് ചെയ്യുന്നത്. കാരണം സെല്ലിംഗ് ക്യാൻഡിൽസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാൻഡിൽസ് ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് വന്നു, വീണ്ടും ഒരു ഇൻവെർട്ടർ ഹാമർ, അല്ലെങ്കിൽ അല്ലേ, ഈ ക്യാൻഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവെർട്ടഡ് ഹാമർ. സോ ഇവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. സോ ഓപ്പൺ സിക്കൽ ടു ഹൈ, ലാസ്റ്റ് വെബിനാറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പൺ സിക്കൽ ടു ഹൈ വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് സെല്ലിംഗ് ആണ്. മാർക്കറ്റ് വീണ്ടും അടുത്ത ലിക്വിഡിറ്റി സോണിലോട്ട് മാർക്കറ്റ് താഴോട്ട് വീണു. സോ ഇതാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നാളെ മാർക്കറ്റ് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് 15 മിനിറ്റ്സിൽ നമുക്ക് നോക്കാം. മാർക്കറ്റ് നാളെ ഈ ഏരിയയിൽ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നാളെ നോ ട്രേഡിംഗ് സോണാണ്. അതല്ല മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, സോ ഇവിടെ നമുക്ക് OI പ്രൊഫൈൽ കണ്ടോ, ഇത് നമ്മുടെ OI പ്രൊഫൈലാണ്. 24,300 ഹെവി റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. 24,200 നമ്മുടെ ഇപ്പോഴത്തെ ഹെവി റെസിസ്റ്റൻസ് ആണ്. മൈനർ സപ്പോർട്ട് ഏതാണ്, 24,144. സോ നാളെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. സോ മാർക്കറ്റ് നാളെ ഒരു വലിയ ഗ്യാപ് ഡൗൺ ഒക്കെ ആണെങ്കിൽ പിന്നെ സൈഡ് വേസിൽ പോയി പോകും. സോ നാളെ എക്സ്പയറി ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അതല്ല മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ, മാർക്കറ്റ് ഇവിടുന്ന് ഗ്യാപ് ഡൗണിൽ താഴോട്ട് വീഴുകയാണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് വന്നിട്ട് ഇതിനൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സെൽ ഓൺ ദ റൈസ് ചെയ്യാം. എന്താണ് സെൽ ഓൺ ദ റൈസ് ചെയ്യാം. മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ക്യാൻഡിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ ഓൺ ദ റൈസ് ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, അതെല്ലാം മാർക്കറ്റ് വലിയൊരു ഗ്യാപ് ഡൗൺ ആണ്. ഈ ലോയിലാണ് മാർക്കറ്റ് വന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോയിൽ അല്ലെങ്കിൽ ഈ ഒരു സോൺ, ഇതൊരു മൊത്തം സോണായിട്ട് എടുക്കാം കേട്ടോ, ഇതൊരു മൊത്തം ഒരു സോണായിട്ട് എടുക്കാം. ഓക്കെ, ഈ ഞാനിവിടെ സോൺ വരച്ചിട്ട് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെയൊക്കെയാണ് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, മാർക്കറ്റ് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഗ്യാപ് ഫില്ലിങ് വരെ, ഈ ഹൈ വരെ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് ഈ ഒരു ഗ്യാപ് ഫില്ലിങ് വരെ ചെയ്യാം. ഓക്കെ, ഹെവി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ്. മൈനർ ഗ്യാപ്പ് അപ്പ് ആണ്, ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വരുമ്പോൾ സെൽ ഓൺ ദ റൈസ്. സോ ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. അതല്ല മാർക്കറ്റ് ഒരു ട്രെൻഡിങ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഇത് ലാസ്റ്റ് ക്യാൻഡിൽ കൗണ്ട് ചെയ്യുന്നില്ല ഞാൻ, ഈ ഒരു ഹൈയുടെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ വരും, MSS ഇവിടെ വരും.
സോ ഇവിടെ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ചെറിയ പ്ലാനാണ്, സിമ്പിളായിട്ടുള്ള. സോ നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുക. ഓക്കെ, ഒരുപാട് ഞാൻ വലുതാക്കുന്നില്ല. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.